പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം. ചൈനയുടെ ഏറ്റവും പുതിയ ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റായ ജെ-35 ചൈനീസ് എയർഫോഴ്സിന്റെയും നേവിയുടെയും ഭാഗമായിരിക്കുന്നു. അതുപോലെ തന്നെ അവരുടെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എയർക്രാഫ്റ്റ് കാരിയർ ഫ്യൂജിയാൻ അധികം വൈകാതെ ചൈനീസ് നേവിയുടെ ഭാഗമാകും. ജെ-35ന്റെ ഏറ്റവും പുതിയ ചിത്രങ്ങൾ പരിശോധിച്ചതിൽ നിന്നുമാണ് ഇവ ചൈനീസ് നേവിയുടെ ഭാഗമായിരിക്കുന്നു എന്ന നിഗമനത്തിൽ എത്തിച്ചേർന്നത്. ഈ എയർക്രാഫ്റ്റുകളിൽ കൺസ്ട്രക്ഷൻ നമ്പർ നൽകിയിട്ടുണ്ട്. 0011, 0012 എന്നിവയാണ് ഈ നമ്പരുകൾ. ഇതിൽ 1, 2 എന്നിവ ആദ്യത്തെയും രണ്ടാമത്തെയും എയർക്രാഫ്റ്റുകളെയാണ് സൂചിപ്പിക്കുന്നത്. ചൈനയിൽ ഇത്തരം നമ്പറുകൾ ലിമിറ്റഡ് സീരീസ് പ്രൊഡക്ഷന്റെ ഭാഗമായിട്ടാണ് നൽകുന്നത്. ഒരു നിശ്ചിത അളവിൽ നിർമ്മിക്കുന്ന എയർക്രാഫ്റ്റുകളാണ് ലിമിറ്റഡ് സീരീസ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. മാനുഫാക്ചറിംഗിന്റെ ക്വാളിറ്റി, എയർക്രാഫ്റ്റിന്റെ മറ്റ് പെർഫോമൻസ് പാരാമീറ്ററുകൾ എന്നിവ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ലിമിറ്റഡ് സീരീസ് പ്രൊഡക്ഷൻ നടത്തുന്നത്. ഇതിനുശേഷം ഇവയുടെ സീരീസ് പ്രൊഡക്ഷൻ ആരംഭിക്കും. അതായത് ചൈനീസ് നേവി ഓർഡർ ചെയ്യുന്നത് എത്ര എണ്ണമാണോ അത്രയും എണ്ണം തുടർച്ചയായി നിർമ്മിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ മുമ്പിൽ എത്തിയ ചിത്രങ്ങളിൽ ജെ-35ന്റെ ടെയിൽ സെക്ഷനിൽ ഒരു ഷാർക്കിന്റെ ചിത്രം നൽകിയിട്ടുണ്ട്. ഇത് ചൈനീസ് നേവിയുടെ എയർക്രാഫ്റ്റ് സ്ക്വാഡ്രനെ സൂചിപ്പിക്കുവാനാണ് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഈ എയർക്രാഫ്റ്റുകളിൽ പൈലറ്റിന് നീല കളർ ഹെൽമറ്റാണ് നൽകിയിരിക്കുന്നത്. ഇത്തരം ഹെൽമറ്റുകൾ ചൈനീസ് നേവിയാണ് ഉപയോഗിക്കുന്നത്. ഈ ഹിന്റുകളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത് ജെ-35 ചൈനീസ് നേവിയുടെ ഭാഗമായിരിക്കുന്നു എന്ന് തന്നെയാണ്. ജെ-35B എന്നാണ് നേവൽ വേരിയന്റിന് വിളിക്കുന്ന പേര്. ചൈനയുടെ ജെ-15T എയർക്രാഫ്റ്റിനോടൊപ്പം ആയിരിക്കും ജെ-35 ഓപ്പറേറ്റ് ചെയ്യുക. ജെ-35B ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റുകൾ ചൈനയുടെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതും ഏറ്റവും വലിപ്പമുള്ളതുമായ എയർക്രാഫ്റ്റ് കാരിയർ ഫ്യൂജിയാനിൽ നിന്നുമായിരിക്കും പ്രധാനമായും പ്രവർത്തിക്കുക. ഫ്യൂജിയാൻ നിലവിൽ അതിന്റെ 8ാമത്തെ സീ ട്രയൽസ് നടത്തുകയാണ്. 2022 ജൂണിലാണ് ഇത് ലോഞ്ച് ചെയ്തത്. ഈ വർഷം അവസാനത്തോടെ ഇത് ചൈനീസ് നേവിയുടെ ഭാഗമാകുമെന്ന് കരുതുന്നു. ഫ്യൂജിയാൻ സൂപ്പർ കാരിയറും ജെ-35 സ്റ്റെൽത്ത് ഫൈറ്ററും ചേർന്ന കോമ്പിനേഷൻ ചൈനയുടെ കരുത്ത് വളരെയധികം വർദ്ധിപ്പിക്കും. ഫ്യൂജിയാൻ എയർക്രാഫ്റ്റ് കാരിയറിനെ കുറിച്ച് പറഞ്ഞാൽ അമേരിക്കൻ സൂപ്പർ കാരിയറുകൾ കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിപ്പമുള്ളതും ആധുനികവുമായ എയർക്രാഫ്റ്റ് കാരിയറാണ്. നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിപ്പമുള്ള എയർക്രാഫ്റ്റ് കാരിയറുകൾ അമേരിക്കയുടെ ഫോർഡ് ക്ലാസ് കാരിയറുകളാണ്. 1,00,000 ടണ്ണാണ് ഇതിന്റെ ഭാരം. ഫ്യൂജിയാന് 80,000 ടണ്ണാണ് ഭാരം. ടൈപ്പ് 003 എന്നും ഫ്യൂജിയാനെ വിളിക്കാറുണ്ട്. 50 മുതൽ 70 വരെ എയർക്രാഫ്റ്റുകളെ വഹിക്കുവാൻ ഫ്യൂജിയാന് സാധിക്കും. ഇലക്ട്രോമാഗ്നറ്റിക് എയർക്രാഫ്റ്റ് ലോഞ്ച് സിസ്റ്റം എന്ന ഏറ്റവും ആധുനികമായ ലോഞ്ച് സിസ്റ്റമാണ് ഫ്യൂജിയാനിൽ ഉപയോഗിക്കുന്നത്. ഫ്യൂജിയാൻ അല്ലാതെ അമേരിക്കയുടെ ഫോർഡ് ക്ലാസിന് മാത്രമേ ഈ സംവിധാനമുള്ളൂ. ഇലക്ട്രോമാഗ്നറ്റിക് എയർക്രാഫ്റ്റ് ലോഞ്ച് സിസ്റ്റം എന്ന ഈ സംവിധാനം കൂടുതൽ വേഗത്തിൽ എയർക്രാഫ്റ്റുകളെ ലോഞ്ച് ചെയ്യുവാൻ സഹായിക്കുന്നു. അമേരിക്കയുടെ ഫോർഡ് ക്ലാസിൽ ന്യൂക്ലിയർ പ്രൊപ്പൽഷനാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഫ്യൂജിയാൻ കൺവെൻഷണൽ സ്റ്റീം ടർബൈനാണ് പ്രൊപ്പൽഷനായി ഉപയോഗിക്കുന്നത്. ഇതുമൂലം ഇലക്ട്രോമാഗ്നറ്റിക് എയർക്രാഫ്റ്റ് ലോഞ്ച് സിസ്റ്റത്തിന്റെ കേപ്പബിലിറ്റി അമേരിക്കൻ ഇമാൾസിന്റെ അത്രയും ഉണ്ടാവുകയില്ല എന്ന് കരുതുന്നു. ചൈന പുതിയതായി നിർമ്മിക്കുന്ന ടൈപ്പ് 004 സൂപ്പർ കാരിയറിൽ ന്യൂക്ലിയർ റിയാക്ടർ ആയിരിക്കും പ്രൊപ്പൽഷൻ എന്ന് കരുതുന്നു. അമേരിക്കൻ കാരിയറുകളെ വെച്ച് നോക്കുമ്പോൾ ഫ്യൂജിയാൻ കുറച്ച് പുറകിലാണ്. എന്നാൽ നമ്മുടെ ഇന്ത്യൻ നേവിയെ വെച്ച് നോക്കുമ്പോൾ ഫ്യൂജിയാൻ വളരെ വളരെ മുന്നിലാണ്. നമ്മുടെ INS വിക്രാന്ത്, INS വിക്രമാദിത്യ എന്നിവ സ്കൈ ജമ്പ് സംവിധാനമാണ് ഉപയോഗിക്കുന്നത്. അതായത് ഒരു ചരിഞ്ഞ റാമ്പ് ഉപയോഗിച്ചുകൊണ്ട് എയർക്രാഫ്റ്റുകളെ അവയുടെ തന്നെ ത്രസ്റ്റ് ഉപയോഗിച്ച് ലോഞ്ച് ചെയ്യുന്ന രീതിയാണിത്. ഇലക്ട്രോമാഗ്നറ്റിക് ലോഞ്ച് സിസ്റ്റത്തെ അപേക്ഷിച്ച് ഇവ പഴയ ടെക്നോളജിയാണ്. ഇമാൾസ് ഉപയോഗിച്ച് കൂടുതൽ എയർക്രാഫ്റ്റുകളെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ലോഞ്ച് ചെയ്യുവാൻ സാധിക്കും. എന്നാൽ സ്കൈ ജമ്പ് താരതമ്യേന ചിലവ് കുറഞ്ഞതും കൂടുതൽ സിമ്പിളുമായ സംവിധാനമാണ്. വിക്രാന്തിനും വിക്രമാദിത്യയ്ക്കും ഏകദേശം 40,000 ടണ്ണാണ് ഭാരം. ഇവയ്ക്ക് രണ്ടിനും ഏകദേശം 36 എയർക്രാഫ്റ്റുകളെ വഹിക്കുവാൻ സാധിക്കും. അതായത് INS വിക്രാന്ത്, വിക്രമാദിത്യ ഇവ രണ്ടും കൂടി ചേർന്നാൽ മാത്രമേ ഫ്യൂജിയാന്റെ കരുത്തിനൊപ്പം എത്തുകയുള്ളൂ. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നമ്മുടെ INS വിക്രാന്ത്, INS വിക്രമാദിത്യ എന്നിവയും ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഫൈറ്ററുകളും ഉപയോഗിച്ച് ഫ്യൂജിയാനെ നേരിടുവാൻ നമുക്ക് സാധിക്കും. എങ്കിലും ഇന്ത്യയുടെ തീരങ്ങളിൽ നിന്നും അകലെ പ്രവർത്തിക്കുവാനുള്ള പ്രഹരശേഷി നമ്മുടെ എയർക്രാഫ്റ്റ് കാരിയറുകൾക്കില്ല. ഫ്യൂജിയാൻ എയർക്രാഫ്റ്റ് കാരിയറിന് ചൈനയുടെ KJ-600 എയർബോൺ എയർലി വാണിംഗ് ആൻഡ് കൺട്രോൾ എയർക്രാഫ്റ്റ് ലോഞ്ച് ചെയ്യുവാൻ സാധിക്കും. ഇമാൾസ് ഉപയോഗിക്കുന്നതിന്റെ ഒരു അഡ്വാൻറ്റേജ് കൂടിയാണിത്. കൂടുതൽ ഭാരമുള്ള എയർക്രാഫ്റ്റുകളെ ഇമാൾസ് ഉപയോഗിച്ച് ലോഞ്ച് ചെയ്യുവാൻ സാധിക്കും. ഈ ഒരു കേപ്പബിലിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫൈറ്റർ എയർക്രാഫ്റ്റുകളുടെ കരുത്ത് വളരെയധികം വർദ്ധിപ്പിക്കുവാൻ ഒരൊറ്റ അവാക്സ് കൊണ്ട് തന്നെ സാധിക്കും. ഇന്ത്യൻ നേവിയുടെ കാരിയറുകൾക്ക്
അവാക്സ് ലോഞ്ച് ചെയ്യുവാൻ സാധിക്കുകയില്ല. ഇന്ത്യൻ നേവി കാമോവ് KA-31 ഹെലികോപ്റ്റർ ബേസ്ഡായ എയർബോൺ എയർലി വാണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. ഇവയ്ക്ക് 250 കിലോമീറ്ററാണ് റേഞ്ച്. ഹെലികോപ്റ്റർ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ ഇവയെ വെടിവെച്ചിടുവാൻ എളുപ്പമാണ്. KJ-600ന് 400 കിലോമീറ്റർ റേഞ്ച് ഉണ്ട്. ഇത്തരത്തിൽ എയർക്രാഫ്റ്റ് കാരിയറുകളുടെ മേഖലയിൽ ഇന്ത്യ ചൈനയ്ക്ക് പിന്നിലാണ്. IAC-2 എന്ന പേരിൽ 65,000 ടൺ ഡിസ്പ്ലേസ്മെന്റ് ഉള്ള കൂടുതൽ വലുതും കരുത്തുറ്റതുമായ എയർക്രാഫ്റ്റ് കാരിയർ നിർമ്മിക്കുവാൻ നമുക്ക് പ്ലാൻ ഉണ്ടെങ്കിലും അവ എങ്ങും എത്തിയിട്ടില്ല. ഹൈപ്പർസോണിക് മിസൈലുകളും ആന്റിഷിപ്പ് ബാലിസ്റ്റിക് മിസൈലുകളും എയർക്രാഫ്റ്റ് കാരിയറുകളെ തകർക്കും എന്ന ഒരു നിലപാട് ഇന്ത്യൻ ഡിഫൻസ് മേഖലയിലുണ്ട്. ചൈനയുടെ എയർക്രാഫ്റ്റ് കാരിയറുകളെ തകർക്കുവാൻ കൂടുതൽ സബ്മറൈനുകളാണ് വേണ്ടതെന്നും വാദങ്ങളുണ്ട്. ഇത്തരം വാദങ്ങളെല്ലാം ഒരു പരിധിവരെ ശരിയുമാണ്. എന്നാൽ ഇവയ്ക്ക് മറുവാദങ്ങളുമുണ്ട്. ഇന്ത്യക്ക് സബ്മറൈനുകളും എയർക്രാഫ്റ്റ് കാരിയറുകളും ഒരുപോലെ ആവശ്യമുണ്ട് എന്നാണ് എന്റെ അഭിപ്രായം. ഇത് മറ്റൊരു വിഷയമായതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. എയർക്രാഫ്റ്റ് കാരിയറുകളിലേക്ക് തിരിച്ചു വന്നാൽ ഇവയുടെ പ്രഹരശേഷി വളരെ വലുതാണ്. എയർക്രാഫ്റ്റ് കാരിയറുകൾ വഹിക്കുന്ന ഫൈറ്ററുകൾ എത്രത്തോളം അഡ്വാൻസ്ഡ് ആണോ അത്രത്തോളം അപകടകരമാണ് എയർക്രാഫ്റ്റ് കാരിയറുകൾ. നമ്മുടെ INS വിക്രാന്തിന് വേണ്ടി 26 റാഫേൽ എയർക്രാഫ്റ്റുകൾ നമ്മൾ വാങ്ങുന്നുണ്ട്. ചൈനയുടെ J-15 നേവൽ ഫൈറ്ററുകളെ നേരിടുവാൻ റാഫേലുകൾക്ക് ഒരുപക്ഷെ സാധിച്ചേക്കും. എന്നാൽ J-35 സ്റ്റെൽത്ത് ഫൈറ്ററിനെ നേരിടുവാൻ റാഫേലിന് സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഒരു എയർക്രാഫ്റ്റ് കാരിയറിൽ നിന്നും ആന്റിഷിപ്പ് മിസൈലുകളുമായി ആക്രമണം നടത്തുന്ന ഫൈറ്റർ എയർക്രാഫ്റ്റുകളെ നേരിടുവാൻ മറ്റൊരു എയർക്രാഫ്റ്റ് കാരിയറിന് മാത്രമേ സാധിക്കൂ. മറ്റ് നേവൽ ഷിപ്പുകൾക്ക് ഫൈറ്റർ എയർക്രാഫ്റ്റുകളെ പ്രതിരോധിക്കുക ബുദ്ധിമുട്ടാണ്. സ്റ്റെൽത്ത് ഫൈറ്റർ കൂടിയാണെങ്കിൽ ഇത് കൂടുതൽ അപകടകരമാകും. റാഫേൽ എമ്മിനെ നമുക്ക് 2028 കൂടി മാത്രമേ ലഭിക്കുകയുള്ളൂ. ചൈനയ്ക്ക് ഇപ്പോൾ തന്നെ 5th ജനറേഷൻ എയർക്രാഫ്റ്റുകൾ ലഭിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ നേവി നമ്മുടെ ട്വിൻ എഞ്ചിൻ ഡെക്ക് ബേസ്ഡ് ഫൈറ്ററിനെ കുറിച്ച് കൂടുതൽ സീരിയസ് ആയി ചിന്തിക്കേണ്ടതാണ്. J-35നെ നേരിടുവാൻ 5th ജനറേഷൻ TED-BFന് മാത്രമേ കഴിയുകയുള്ളൂ. നിലവിൽ TED-BF 4.5 ജനറേഷൻ ആയിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇത് മാറ്റി പൂർണ്ണ രൂപത്തിൽ ഒരു സ്റ്റെൽത്ത് എയർക്രാഫ്റ്റായി TED-BFനെ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. ഇന്ത്യക്ക് നിലവിൽ തങ്ങളുടെ അഗ്നി പ്രൈം ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിളായ ലോങ് റേഞ്ച് ആന്റിഷിപ്പ് ബാലിസ്റ്റിക് മിസൈൽ, ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ എന്നിവ ഉപയോഗിച്ച് ചൈനീസ് എയർക്രാഫ്റ്റ് കാരിയറുകളെ നേരിടുവാൻ സാധിക്കും. ഇന്ത്യയുടെ ഇത്തരം മിസൈലുകളെ കുറിച്ച് ചൈന ബോധവാന്മാരുമാണ്. തീർച്ചയായും ഒരു റിസ്ക് എടുക്കുവാൻ അവർ തയ്യാറാവുകയില്ല. എയർക്രാഫ്റ്റ് കാരിയറുകൾ എപ്രകാരം വിന്യസിക്കണമെന്ന് ചൈന ഇതിനോടകം പഠിച്ചിട്ടുണ്ടാകും. ഇന്ത്യയെ സംബന്ധിച്ച് ഫ്യൂജിയാൻ എയർക്രാഫ്റ്റ് കാരിയറും J-35 സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് കോമ്പിനേഷനും അപകടകരം തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഇത്രയും വിവരങ്ങൾ വ്യക്തമായി എന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ഹിന്ദ്.